ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തൊരു ഇൻസിഡൻസ് ഉണ്ടായി. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നമുക്ക് ചോക്ലേറ്റ് പോലെയുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു ഇത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്സ് എന്താ വെച്ചാൽ ചോക്ലേറ്റ് വാങ്ങി. ആദ്യം ഈ ചോക്ലേറ്റ് കണ്ടപ്പോൾ അവർ 60 രൂപയുണ്ടായിരുന്നുള്ളൂ അത്ര ഈ ചോക്ലേറ്റിന്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർക്ക് ഇത് വീണ്ടും കഴിക്കാൻ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായി. അങ്ങനെ അവർ വീണ്ടും അത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് 160 റുപ്പീസായി. അതേ സെയിം തിങ് 160 റുപ്പീസായി. അങ്ങനെ അവരത് വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും ഇവർക്കത് കഴിക്കാൻ വീണ്ടും വീണ്ടും ഒരു ക്രേവിങ് ആയി. അങ്ങനെ പിന്നീട് അവരത് നോക്കുമ്പം അതിൻ്റെ എമൗണ്ട് 600 റുപ്പീസായി മാറിയിരിക്കണം. എന്നാലും അവർക്ക് അത് കഴിക്കാൻ അമിതമായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ വന്നതുകൊണ്ട് തന്നെ അവർ വീണ്ടും അത് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാങ്ങുന്നത് കണ്ടപ്പോൾ അവരുടെ പാരൻസിന് ഒരു സംശയം തോന്നി. അങ്ങനെ അവർ ഇതിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്തതിന് ശേഷമാണ് ഇത് അറിയുന്നത്. ഇതൊരു നമ്മുടെ മയക്കുമരുന്ന് അടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റുകളുള്ള മിഠായികളാണത്രേ. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ ന്യൂ ജനറേഷൻ മാത്രമല്ല നമ്മുടെ കുഞ്ഞി കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്നിന് അടിമയായി പോവുകയാണ്. കാരണം അറിയാതെ വരുന്ന ഒരു ഇതാണ്. കാരണം നമ്മളെല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ അത്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കും, ഡോക്ടർക്ക് ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഒരു ഡ്രഗ് അബ്യൂസ് ഉള്ള ഒരാളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള എന്തൊക്കെയാണ്? പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മയക്കുമരുന്ന് മാത്രമല്ല, നമുക്കറിയാം പണ്ടൊക്കെ നേരത്തെ എന്താ വെച്ചാൽ പുകവലി, മദ്യപാനമൊക്കെ ഇതിൻ്റെ ഡ്രഗ്സിൻ്റെ ആസസ് പഴയ വേർഷൻസ് ആയിരുന്നു. കാരണം അന്ന് മദ്യപിക്കുന്ന ആൾക്കാർ നമുക്കറിയാം മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള സ്മെല്ല് പോലും, പിന്നെ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ, സ്വഭാവത്തിലൊക്കെ വരുന്ന വ്യത്യാസമൊക്കെ കാരണം നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമായിരുന്നു. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നുള്ളത്. കാരണം ഡ്രഗ് അബ്യൂസും അതുപോലെ തന്നെ നമ്മുടെ മയക്കുമരുന്നിൻ്റെ ഡിപ്പെൻഡൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. കാരണം അവരുടെ സിംറ്റത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും 1-2 തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഒന്നുകിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ സാധനം വീണ്ടും വീണ്ടും കിട്ടാതെ വരുമ്പം ബിഹേവിയറൽ ചേഞ്ചസ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ പലപ്പോഴും കൊലപാതകങ്ങളും. നമുക്കറിയാം ഒരു റീസെൻ്റ്ലി ഒരു 4-5 മാസത്തിനിടയിൽ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പറായാലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം റിലേറ്റഡ് ഇതാണ്. ഇപ്പം നമുക്ക് സ്കൂളുകളിലൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് നമ്മുടെ ഈ മയക്കുമരുന്നിനെ പറ്റിയുള്ള അവെയർനെസ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ വില്ലേജുകളും നമ്മുടെ പഞ്ചായത്തുകളൊക്കെ കേന്ദ്രീകരിച്ചതിൻ്റെ ക്ലാസ്സുകൾ, ഒരുപാട് ലഹരിക്കെതിരെ എന്നുള്ള ഒരുപാട് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിലിപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, പൊതുവെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഡ്രഗിനോട് അഡിക്റ്റഡ് ആണെന്ന് വളരെ വൈകിട്ടാണ് പൊതുവെ പേരൻസ് അറിയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രൂപം എന്നുള്ളത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിലയേറിയതാണെന്ന് പറയാം. കാരണം ഇപ്പം അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ച് പാനിക്കാവുക, നിലവിളിക്കുക, കുട്ടിയെ ആവശ്യമില്ല ഒരുപാട് ചീത്ത പറയുക, ഒരുപാട് മോശമായിട്ട് പറയുക, ഞാനിങ്ങനെ നാട്ടുകാരെ മുന്നിൽ ഇടപെടുക. ഒരു പലപ്പോഴും കണ്ടിട്ടുള്ളത് നല്ല നല്ല പൊസിഷനിൽ നിൽക്കുന്നവരുടെ മക്കൾ പോലും ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ അവരെങ്ങനെയാണ് നാട്ടുകാരെ ഫേസ് ചെയ്യുക, വീട്ടുകാരെ ഫേസ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും പേരൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മളടുത്ത് തന്നെ പേരൻസ് വരാറുണ്ട്, ഡോക്ടറെ ഇങ്ങനെയാണ്, ഞാൻ എന്താ, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഡോക്ടറെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ എന്നും പറയും അവനോട് വേണ്ട വേണ്ട ചെയ്യണ്ട, അങ്ങനെ ആക്കണ്ട, ഇതാക്കണ്ട, അത് നിൻ്റെ ശരീരത്തിന് നല്ലതല്ല എന്നെല്ലാം. പക്ഷെ ഇതിൽ ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഏതൊരു മനുഷ്യനോട് കുട്ടി മുതൽ വലിയ ആളോടാണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഉമ്മ പറഞ്ഞതല്ലേ ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു രീതി ഡോക്ടർക്ക് ഫീൽ ചെയ്തില്ല. അത് പറഞ്ഞപ്പോൾ ഹിബന്നത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഒ പിയിൽ വന്നപ്പം, ഇന്ന് രാവിലെ ഞാൻ ഒ പിയിൽ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഒരു 15 വയസ്സായ ഒരു കുട്ടിയായിട്ട് ഒരു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ മോൻ ചെയ്യുള്ളൂ എന്ന്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മയും ഈ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരുന്ന ഒരു ഏജും കൂടി ആയതുകൊണ്ട് ഉമ്മ പറയും, എപ്പോഴും ഈ ഉമ്മ കമ്പൽ ചെയ്യും. കാരണം നീ എന്തും ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് മാത്രമേ നീ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു റിബൽ ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അതിലൊരു വേറൊരു വശം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് പാരന്റിങ് എന്ന് പറയുന്നത്, പാരന്റിങ് ആവശ്യമാണ്, സ്ട്രിക്ട്നെസ് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ ഫ്രണ്ട്ലിയാണ്, എൻ്റെ മക്കളോട് ഞാൻ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ഞാൻ അവർക്ക് എല്ലാം എന്നോട് വന്ന് പറയാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു,
ഭയങ്കര ആങ്സൈറ്റിയാണ് ആൾക്ക്. ഭയങ്കര ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരവേശമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അമ്മ കാര്യങ്ങൾ പറയുന്നുണ്ട്, അച്ഛൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ അച്ഛൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു, മോൻ എപ്പോഴും നോക്കിയാലും ഫോണാണ് എൻ്റെ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ട് ആള് ആ ചൂടാവുന്ന മാനറിൽ കുട്ടിക്ക് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഭയങ്കര ചേഞ്ച് പെട്ടെന്ന് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവരെ പുറത്തിരുത്തി ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് എൻക്വയറി ചെയ്തപ്പോൾ അപ്പോൾ കിട്ടിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ, അച്ഛനുമായിട്ട് കുട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അച്ഛനാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ല, അല്ലെങ്കിൽ പേടിയാണ്. ഈ പേടി എന്ന് പറയുന്നത് ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ട്, ഞാൻ ചൂടാവുന്നുണ്ട്, ഞാൻ അവരുടെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ പേരൻസ് എപ്പോഴും നമ്മളെ മക്കളുടെ നന്മ മാത്രമേ ആഗ്രഹിച്ച് എന്തും ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഒരു ചൂടാവുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ അവരോട് റിയാക്ട് ചെയ്യുന്ന സമയം, അവരെങ്ങനെയാണ് അതിനെ എടുക്കുക എന്നുള്ളതും കൂടെ നമ്മൾ എപ്പോഴും നോക്കണം. കാരണം ചില വാക്കുകൾ വീണ് കഴിഞ്ഞാൽ, ചില എക്സ്പ്രഷൻസ് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. അത് ഈ കുട്ടികളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ ഡീപ്പായിട്ട് മുറിവുണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല വേർഡ്സുകളും അവർ നന്നായിട്ട് ഹേർട്ട് ചെയ്യും. അപ്പോൾ അത് തന്നെ ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നന്നായിട്ട് ഇത് കുട്ടികളെന്ന് മാത്രമല്ല, ഇപ്പം മുതിർന്നവരിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്തിനും ഇതിനും പേടിയാണ്, എനിക്ക് മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന പേഷ്യൻസിൽ അധികം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചെറുപ്പകാലത്തിൽ അവർ ഭയങ്കര ടെററൈസ്ഡ് ആയിട്ട് ജീവിച്ച ആളുകളായിരിക്കും. ചിലപ്പം സ്നേഹത്തിന്റെ പുറത്തുള്ള ടെററിസം ആയിരിക്കാം, അതായത് പേടിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഞങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ള രീതി ആയിരിക്കാം. പക്ഷെ അത് ആ മക്കളുടെ മനസ്സിലുണ്ടാക്കിയ ആ ഒരു മുറിവും അല്ലെങ്കിൽ ആ ഒരു പേടിയും, എന്തിനോടും എനിക്ക് ഫേസ് ചെയ്യാൻ പേടിയാണ്, ആരോട് പറയാനും പേടിയാണ്, എന്ത് ചെയ്യാനും പേടിയാണ്, കോൺഫിഡൻസിനെ തച്ചുടക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. പിന്നെ പലപ്പോഴും വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കുട്ടികൾ ചെറുപ്പത്തിൽ ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരൊരു നിരുത്സാഹപ്പെടുത്തുക. അത് ഒന്നുകിൽ പലപ്പോഴും നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒന്ന് ടേബിളിൻ്റെ മുകളിൽ കയറിയാൽ അവർ ലെറ്റ് ഇറ്റ് വീഴട്ടെ എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കില്ല. അയ്യോ വീഴും എന്ന് പറഞ്ഞിട്ട് അവരെ അതിന്ന് പിന്തിരിപ്പിക്കുക. ഇതൊക്കെ ഇവരിൽ ബാക്കിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഒരു പേരൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ സമീപിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ, അതായത് പലപ്പോഴും ഈ കുട്ടികൾ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഡ്രഗ് വേണം, അത് എങ്ങനെയാണ്, എന്തായിരിക്കും, എനിക്ക് അതന്നെ വേണം എന്ന് വാശി പിടിച്ച് പോയിട്ട് ട്രൈ ചെയ്യുന്നതല്ല, അവരറിയാണ്ട് വീഴുന്നതാണ്. ഞാൻ ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് വഴിയൊക്കെ കിട്ടുന്ന സാധനം ഇത് ഡ്രഗാണ് എന്നറിയാതെയാണ് അവർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ട്രാപ്പിൽ വീണ് പോണത്. അതുപോലെ കുഞ്ഞു കുട്ടികൾ ഇതുപോലെ ബിസ്ക്കറ്റുകൾ കൊടുത്തിട്ട് ആളുകൾ, കാരണം ബിസ്ക്കറ്റ് കുട്ടികളെ സംബന്ധിച്ച് ആരും ഒന്നോ രണ്ടോ തവണ നമ്മൾ കാണുന്ന ഒരു വ്യക്തിനെ മൂന്നാമതൊരു തവണ കാണുമ്പോൾ അവരെന്തെങ്കിലും സീറ്റ്സ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവർ വാങ്ങും. അപ്പോൾ പിന്നീട് ഈ കുട്ടിക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ, ഇവൻ അടുത്തൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഇതേപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്നതായിട്ട് ആ ഒരു മദർ പറയണ്ടായി. കാരണം അവർക്ക് മനസ്സിലായില്ല, എത്ര 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുണ്ടാവുന്നത് ആ കുട്ടി വളരെ ചെറുതാണ്, ഡ്രഗിന്റെ യൂസ് ആണ് എന്ന് പോലും അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോഴാണ് അടുത്ത് സ്കൂളിൽ പോണ വഴിക്ക് ഒരാൾ കൊടുക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് മൂലമാണ് ഈ കുട്ടി ഇതിൽ അഡിക്റ്റ് ആയി പോയത്. അപ്പോൾ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റിയില്ല. പക്ഷെ കുട്ടി വളരെ ക്ഷീണിച്ചതായിട്ട് കാണുക, ഒന്നിലൊരു ഉന്മേഷമില്ല, കൂടുതൽ സമയം കിടന്നുറങ്ങുക. ഇതൊക്കെ കുട്ടി ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതുവരെ പഠിച്ചേരുന്ന ഒരു കുട്ടിക്ക് പഠിത്തത്തിലേക്കൊക്കെ പോവുക. പിന്നെ ഈ ഒരു സാധനം ഈ മാമേനെ കാണാഞ്ഞാൽ കുട്ടിക്കൊരു വറിയാവുക അത്ര. കാരണം ഇത് കിട്ടാതെ ആവുമ്പോൾ കുട്ടിക്ക് ആകെ ഒരു പരവേശമൊക്കെ ആയിട്ട് അങ്ങനെ ഇതെന്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണ് എന്ന് അന്വേഷിച്ച് ഇത് നടന്നപ്പോഴും ഇതിൻ്റെ പിറകെ ഇവരെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് മൂലമാണ് എന്ന് ഒരു ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോഴാണ് അവരറിയാൻ പറ്റിയത്. അപ്പോൾ കുട്ടികളിങ്ങനെ അസാധാരണമായിട്ടുള്ള ഇങ്ങനത്തെ പെരുമാറ്റങ്ങൾ വൈകല്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ, അതുപോലെ ചില ആളുകൾ ഈ ഡ്രഗ്സിന് ആദ്യം കുറച്ച് പൈസയ്ക്ക് കിട്ടിയിരുന്ന ഈ സാധനം അഡിക്ഷൻ ആവുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും ഈ വിതരണക്കാർ ഇതിന് ആവശ്യപ്പെടുക. അപ്പോൾ അവർ പൊതുവെ മോഷണം എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ എത്തും. പലപ്പോഴും ഈ മോഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാരൻസിനെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്, ഉപദ്രവിക്കുന്നതൊക്കെ ആയിട്ട് മീഡിയാസിൽ നമ്മൾ കാണാറുള്ളത്. ഇതുപോലെ നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മുടെ നൈബേഴ്സും നമുക്ക് അറിയുന്ന വ്യക്തികളിലൊക്കെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ പാരൻസും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും അവർക്ക് നന്നായിട്ട് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുകയും അവരെ അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങിൽ വരുന്നൊരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ,
അപ്പോൾ ചില കേസുകളിൽ കുട്ടികൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ കുട്ടിയായിട്ട് വന്നതാണ്. മോള് ഇപ്പം പുതിയ റൂള് വന്നല്ലോ, മറ്റേത് 10ാം ക്ലാസ് വരെ ജയിപ്പിച്ച് വിടുമായിരുന്നു, എന്താണെങ്കിലും ജയിപ്പിച്ച് വിടുക എന്നുള്ളതായിരുന്നല്ലോ. മോൾ 8ാം ക്ലാസ്സാണ്. ഇപ്പോൾ പുതിയ റൂള് വന്നല്ലോ ഡോക്ടറെ, 8ാം ക്ലാസ് മുതൽ ഇനി അങ്ങോട്ട് ജയിപ്പിച്ച് വിടില്ല, ഫെയിൽ ചെയ്യിക്കും. അപ്പം അവളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു 8ാം ക്ലാസ് കുട്ടി എന്നുള്ള രീതിയിൽ അവൾക്ക് വായിക്കാനോ എഴുതാനോ പറയാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട്, കുറേ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട്, കുറേ പഠിപ്പിച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ട്, ഒന്നും അവളെ തലയിൽ കയറുന്നില്ല, അവൾക്ക് ആ ഒരു പക്വത വരുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊക്കെ പരാതികൾ. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതേപോലെ ഇതിന് മുന്നേ ഒരുപാട് അതേപോലെ ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചേർഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ വായിക്കുന്നതെന്നോ എന്താ പഠിക്കുന്നതെന്നോ. അതായത് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു അവസ്ഥയാണ് പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാത്തതുകൊണ്ടാണ്. ഇവൻ കഴിഞ്ഞ ഒപ്പിൽ എനിക്കുണ്ടായിരുന്നു ഒരു കേസിൽ. ആ കുട്ടി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം 9 വയസ്സായിട്ടുണ്ട് കുട്ടിക്ക്. 4ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി, ആ പാരന്റ് ഫാദറും മദറും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവന് എഴുതാൻ ഭയങ്കര സ്ലോ ആണ് ഡോക്ടറെ, അവന് അക്ഷരങ്ങൾ അറിയില്ല. പിന്നെ അവർ പറയണ്ടായി, അവൻ നേരത്തെ LKG UKG ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടം കോവിഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ 1ഉം 2ഉം ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പം 4ാം ക്ലാസ്സിലായപ്പോഴാണ് അവരിത് ഇതാക്കി. എന്നിട്ട് ഈ കുട്ടീനെ അവർ ബ്ലെയിം ചെയ്യും. കാരണം എത്ര പറഞ്ഞു കൊടുത്താലും ഈ ഉമ്മയാണ് കാര്യമായിട്ട് ഈ കുട്ടിയുടെ അടുത്ത് പറയും, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യും അത്ര. അതോടുകൂടി ഈ കുട്ടിക്ക് ഭയങ്കര ബിഹേവിയറൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഈ കുട്ടി സിബ്ലിങ്സിനെ, അതായത് സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. കാരണം അവന് ഈ ഒരു ടോർച്ചർ വന്നത് മൂലം തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഇതിൻ്റെ കാരണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമായില്ല. എന്നിട്ട് അവർ കൗൺസിലിംഗ് എന്നുള്ള ഇതിന് കൊണ്ടുവന്നപ്പോഴാണ് ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇതിൽ ആദ്യം പറയാറുള്ളത് നമ്മൾ ചെയ്യൽ കൗൺസിലിംഗ് പേരൻസിനാണ്. അതെ അതെ, പേരൻസ് ആണെങ്കിൽ ചിലപ്പോൾ അധികം വല്യമ്മമാരാണ് കൊണ്ടുവരിക. വല്യമ്മയും കുട്ടിയുടെ ഉമ്മയൊക്കെ ആയിട്ടായിരുന്നു വരിക. അപ്പോൾ ഇവർ പറയും, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലായി, പഠിക്കേ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, പഠിച്ചാലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവനെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എന്താ വെച്ചാൽ മറ്റ് ഈ ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ സിബ്ലിങ്സോ അല്ലെങ്കിൽ വേറെ ബ്രദേഴ്സിന്റെ കുട്ടികളൊക്കെ കമ്പാരിസൺ ഭയങ്കരമായിട്ട് നല്ല രീതിയിലുണ്ടാവും. ഈ കമ്പാരിസൺ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റേ കുട്ടിക്ക് എന്താ വെച്ചാൽ വീണ്ടും ആ കുട്ടി വീണ്ടും ഒന്നും കൂടി ഉൾവലിയാണ് ചെയ്യുക. എനിക്ക് ഒന്നിനും പറ്റില്ല, ഞാനൊരു യൂസ്ലെസ് ആണ് എന്നുള്ളൊരു തോട്ടാണ് ഉണ്ടാവുന്നത്. ഒറ്റയ്ക്ക് കുട്ടികളോട് ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിരുന്ന് കരയുന്ന കാണാൻ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലായിട്ടോ ആഗ്രഹമില്ലായിട്ടോ അല്ല ഡോക്ടറെ, എനിക്ക് കഴിയാഞ്ഞിട്ടാണ്. അത് ഞാൻ എത്ര ഉമ്മാനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയാം എനിക്ക് മടിയായിട്ടാണ്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലായിട്ടാണ്. അപ്പം പണ്ടത്തെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നീ ഇത്ര നേരം പഠിക്കുക എന്നാലേ നിനക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികൾ ആ ഒരു നേരം കണക്കാക്കി പഠിക്കുന്നുണ്ടാവും, അത്ര സമയം ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ആ ഒരു സാഹചര്യം പലപ്പോഴും ഇപ്പം സ്കൂളുകളിലൊക്കെ അവയർനെസ് വന്നിട്ടുണ്ട്. പലപ്പോഴും ടീച്ചേഴ്സിന് പോലും അത് അവെയർ ആവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. എന്താ വെച്ചാൽ ഈ ലേണിംഗ് ഡിസബിലിറ്റിയിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയൊക്കെ ക്രൈറ്റീരിയാസ് ആയിട്ടാണ് നമ്മൾ പറയുക. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ എല്ലാത്തിലും മികവേറിയതാണ്. അധികവും നമ്മൾക്ക് വന്നിട്ടുള്ള കേസസ് അങ്ങനെയാണ്. അവന് കളിക്കാൻ പറ്റുന്നുണ്ട്, അവന് പുതിയ കലകൾ പഠിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പഠിക്കാൻ മാത്രം അവന് പറ്റില്ല. അവന് ഇരിക്കാൻ വയ്യാത്തോണ്ടോ ഡോക്ടറെ, ഇതാണ് അവന് ഇരിക്കാൻ വയ്ക്കാത്തോണ്ടോ ഡോക്ടറെ, അവന് ബാക്കിയുള്ള എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആദ്യം പറയാനുള്ളത്, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലേണിംഗിൽ മാത്രം, പഠിക്കാൻ മാത്രം ഡിസബിലിറ്റി എന്നാണ്. അതല്ലാതെ പഠനത്തിനോടുള്ള പഠന വൈകല്യം എന്നാണ് അത് പറയണത് തന്നെ. കാരണം കൃത്യമായിട്ട് എന്താ വെച്ചാൽ പഠനത്തിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, അത് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് കൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കുട്ടീനെ ബ്ലെയിം ചെയ്യാതെ നമ്മൾ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാണ് വേണ്ടത്. അത് പല രീതിയിലുണ്ട്. ചിലർക്ക് എഴുത്ത് കറക്റ്റായിട്ട് പെൻസിൽ പിടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എഴുതുന്നത് എന്താണെന്നുള്ളത് അറിയില്ല. ആ ഒരു സാഹചര്യമാണ്. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ. ചിലർക്ക് അതേപോലെ വായിക്കാൻ കഴിയില്ല. ഇപ്പം 4ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്ക് ഫോണിക് സൗണ്ട്സ് പോലും, അതായത് A for ആപ്പിൾ എന്നുള്ള സൗണ്ടാണ് എന്നുള്ളത് കറക്റ്റ് അറിയാൻ സാധ്യത. അപ്പോൾ ഇതെന്താ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ മോളെ എന്ന് ചോദിച്ചാൽ
ഡോക്ടറെ ഞാൻ പഠിച്ചതാണ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഓർക്കാൻ പറ്റില്ല. ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് തോന്നുന്ന ആ ഒരു കാലഘട്ടത്തിൽ താരേ സമീൻ പർ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതുവരെ സത്യം പറഞ്ഞാൽ ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഒരു രോഗമാണ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ ആ ഒരു സ്റ്റോറിയിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട് ആ കുട്ടി അത്രയും അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഒരു പ്രശ്നം ആ കുട്ടിക്കില്ല. അപ്പം അതിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, സാധാരണ കുട്ടിക്ക് പഠിക്കുന്ന രീതിയിൽ അവർക്ക് പഠിക്കാൻ സാധ്യമാവില്ല. പക്ഷേ ഇവർക്ക് മറ്റ് പല ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കേട്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ പഠിക്കാൻ വേണ്ടി കേട്ടിട്ട് ശ്രവണ മാധ്യമങ്ങളിലും കൂടെ പഠിക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സുകളൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കാനുള്ള പല ടൂൾസുകളും ഉണ്ട്. ഇപ്പം ഇതിനൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയപ്പോഴും 7th സ്റ്റാൻഡേർഡ് എത്തുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ആ ഒരു പ്രായമാവുന്നതിൻ്റെ മുന്നേ അവർക്ക് ശരിക്കും എന്തെങ്കിലും ഒരു ഇത് പലപ്പോഴും ഒരു മോശമാണ്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ മോശമായതുകൊണ്ട് മാത്രം വരുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി എൻ്റെ മകന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശരിക്കും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കൂളുകളിൽ പോവുക. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് ഉദ്ദേശിച്ചത് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരല്ല, ഇതുപോലെ പഠന വൈകല്യത്തിനുള്ള സ്പെഷ്യലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുള്ള സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ ആളുകളുള്ള ചില ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ട്. അവരെ ബന്ധപ്പെട്ട് അവരുമായിട്ട് കൗൺസിലിംഗ് എന്നുള്ളതല്ല, അവർ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഡിസബിലിറ്റീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളതിനെ റിക്കവർ ചെയ്യാൻ പറ്റും ഈ കുട്ടികളെ. കാരണം അവർ നല്ല രീതിയിൽ, അവർക്ക് ഒരുപാട് ടാലൻസ് ഉണ്ടാവും, അതൊക്കെ പുറത്തെടുത്തിട്ട് അതിൽ അവർക്ക് നന്നായിട്ട് ശോഭിക്കാനും സാധ്യമാവും. തീർച്ചയായിട്ടും. പിന്നെ അതിൽ വേറൊന്ന് പറയാനുള്ളത്, പലപ്പോഴും അവരുടെ വീടുകളിലുള്ള സാഹചര്യം അതിന് വലിയൊരു കാരണമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് വന്ന അധിക പേഷ്യൻസിനും ഈ കുട്ടികളുടെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പം, ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ വേറൊരു കുട്ടീൻ്റെതെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയി, അവന് തീരെ അറിയാത്തൊരു പ്രായത്തിലാണ് മരിച്ചു പോയത്. അത് കഴിഞ്ഞ് അവനൊന്ന് അറിവ് വെച്ച് എല്ലാം അവൻ്റെ വല്യുപ്പ മരിച്ചുപോയി. അത് അവനെ ഭയങ്കര ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ട്രോമയായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും കുട്ടിക്ക് അവന് പറയുന്ന എന്താണെന്നോ ചെയ്യുന്ന എന്താ, അതുവരെ സ്മാർട്ടായിട്ട് നടന്നിരുന്ന ആളാണ്. ഭയങ്കര ഒരു ഇഷ്യൂ ആണത്. അത് ചിലപ്പോൾ നമ്മളത് പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ വല്യച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടി ഇപ്പം 4ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. ആ കുട്ടിക്ക് തോന്നുന്ന UKG പഠിക്കുന്ന സമയത്തോ അതോ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നത്. അപ്പം ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ അന്ന് അവൻ്റെ എല്ലാം ആയിരുന്നു, പക്ഷെ അവനത് അറിയോ അല്ലെങ്കിൽ അവൻ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അവോയ്ഡാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസിൻ്റെ ഒരു കുറവാണ് അവനെ ഭയങ്കരമായിട്ട് ആ ഒരു ട്രോമയാണ് എന്നുള്ളത്. അപ്പം ഇതിൽ മെയിനായിട്ട് അതേപോലെ പറയാനുള്ളതാണ് വീട്ടിലുണ്ടാവുന്ന വഴക്ക്. അത് വലിയൊരു പ്രശ്നമാണ്. അതായത് കുട്ടികളോട് ചോദിച്ചാൽ പറയും, ഡോക്ടർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നും വഴക്കാണ്, എനിക്ക് പേടിയാണ് വീട്ടിൽ നിൽക്കാൻ, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ കാണുമ്പോൾ സങ്കടം തോന്നും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പഠിക്കാനും തോന്നാറില്ല, ബുക്ക് തുറന്ന് വെക്കും അവരുടെ സമാധാനത്തിന്. അവരെന്നോടും ചൂടാവും, പഠിക്കുക, ഞങ്ങളെ പോലെ ആവണ്ട, നീ പഠിക്കുക എന്ന് പറഞ്ഞ് പറയും. അപ്പം അതും വലിയൊരു എഫക്റ്റാണ്. അതായത് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് തമ്മിലൊരു ബന്ധമില്ല, ഭയങ്കര ഒരു കാരണമാണ്. അപ്പം കമ്പാരിസൺ, കാരണം മറ്റേ കുട്ടി ഇതുപോലെ ആയിരുന്നില്ല, മൂത്ത ആളിങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ബേർഡൻ കൊടുക്കുക കുട്ടികൾക്ക്. കാരണം അതും ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടീൻ്റെ മാനസിക നില വളരെയധികം വഷളാക്കുന്നു. ആ ബേർഡൻ കൂടുമ്പം ഒരുമാതിരി എന്താ പറയുക, ആങ്സൈറ്റി വരികയാണ്. ആ ആങ്സൈറ്റി വന്നാൽ തീരെയും പഠിക്കാൻ കഴിയില്ല. ഇപ്പം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണം, ഓർത്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളോട് എന്താ എഴുതാത്ത, കുറെ നേരമായല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എഴുതാൻ കഴിയില്ല, അവർ സ്റ്റക്കായി. അപ്പം അതൊക്കെ നമ്മൾ പേരൻസ് എന്നുള്ള ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമ നന്നായിട്ട് കിടത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ക്ഷമ എന്ന് പറയുന്നതിൻ്റെ നെല്ലിപ്പലക തെറിപ്പിക്കാറുണ്ട് എന്നുള്ളത് പലപ്പോഴും പല പേരൻസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ക്ഷമ പാലിച്ചിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, കുട്ടീനെ എന്നേക്കുമായിട്ട് നിങ്ങൾ ഡാമേജ് ചെയ്യാണ്. ഒരിക്കലും പിന്നീട് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ളത് ലൈഫ് ലോങ് അവനൊരു
മുദ്ര കുത്തപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം എപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാരൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സും കൂടെ അതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവർ അല്ലെങ്കിൽ ആ റിലേറ്റീവ്സിൻ്റെ കുട്ടി അവനും നീയും ഒരു ക്ലാസ്സിലാണല്ലോ, എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ഒരു കമ്പാരിസൺ അത് വളരെ നന്നായിട്ട് ടോർച്ചർ ചെയ്യും കുട്ടികളെ. അപ്പം ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ് അധികം ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളിൽ നന്നായിട്ട് ഇതാവുക. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറയണ്ടായി, വല്യുമ്മയ്ക്ക് എളാപ്പാൻ്റെ മോനെ മാത്രമേ ഇഷ്ടമുള്ളൂ, ഓനും ഞാനും ഒരു ക്ലാസ്സിൽ തന്നെ, പക്ഷെ ഓൻ നന്നായി പഠിക്കും പറഞ്ഞിട്ട് വല്യുമ്മയ്ക്ക് ആ കുട്ടീനെയാണ് ഇഷ്ടമാണ്. അപ്പോൾ അത് ആ ഒരു കുഞ്ഞു മനസ്സിൽ വരെ അത് അത്രയധികം ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇതിൻ്റെ കൂടെ മെഡിസിൻ കൊടുക്കുമ്പം ആ ഒരു മാറ്റം ഭയങ്കര ഒരു അവരുടെ മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ അതേപോലെ മെഡിസിനൽ എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി ട്രീറ്റ്മെന്റ് കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട്. നമ്മുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കവർ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അതിന് ഉള്ള മെഡിസിൻസിനോടൊപ്പം തെറാപ്പികളോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പാർട്ടും കൂടെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്കൊരു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാറുള്ളത്. അത് ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പഠന വൈകല്യത്തിനാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കൂട്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠന വൈകല്യമൊക്കെ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്, ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതേപോലെ ഞങ്ങൾ കോഴിക്കോട് നടക്കാവിലുണ്ട്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതുപോലെ തന്നെ കോഴിക്കോട് നടക്കാവിലും.